ഹമീദ് സാർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പ്രൊഫസർ ഹമീദ് ചേന്നമംഗലൂർ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് അങ്ങേയറ്റം ഫിലോസഫിക്കൽ എന്ന് തോന്നാവുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ്. എന്നാൽ അത് അത്ര തന്നെ സോഷ്യലാണ്, അത്ര തന്നെ പൊളിറ്റിക്കലാണ്. വിഷയം മരണമാണ്. മരിച്ചു പോണ്ടേ എന്നൊരു ചോദ്യം നമ്മുടെ മതമൗലികവാദികളൊക്കെ സാധാരണഗതിയിൽ ലിബറലായ സെക്കുലറായ സാംസ്കാരിക പ്രവർത്തകരോടും ചിന്തകന്മാരോടും ബുദ്ധിജീവികളോടും ഒക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. ആ ചോദ്യത്തിന് രണ്ടർത്ഥമാണുള്ളത്. ഒന്ന്, മരിച്ചു എന്നാലാണ് നിങ്ങളുടെ ശാശ്വതമായ മോക്ഷം, സ്വർഗം, അത് നിങ്ങൾക്ക് വേണ്ടതെന്നാണ് ഒരർത്ഥം. രണ്ടാമത്, മരണം ഞങ്ങളുടെ കയ്യിലാണ്, നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കയ്യിലാണെങ്കിലും മരിച്ചാൽ പിന്നെ നിങ്ങളെ എന്ത് ചെയ്യണം എന്നത് ഞങ്ങളാണല്ലോ. ഞങ്ങളാണ് പള്ളി, ഞങ്ങളാണ് ഖബർസ്ഥാൻ, ഞങ്ങളാണ് നിങ്ങളുടെ മരണാനന്തര കർമ്മങ്ങളുടെ സകലമാന അധികാരികളും. അതുകൊണ്ട് മരിച്ചാൽ നിങ്ങളെ എന്ത് ചെയ്യുമെന്ന ചോദ്യം ഈ വളരെ സജീവമായി പൊതുരംഗത്ത് മനുഷ്യർക്ക് വേണ്ടി മതാതീതമായി പ്രവർത്തിക്കുന്ന എല്ലാ മനുഷ്യർക്കും നേരെ ഉയരുന്നൊരു ചോദ്യമാണ്. ആ വിഷയത്തെ അഡ്രസ് ചെയ്തുകൊണ്ട് ഈ തലങ്ങളിലൂടെയൊക്കെ കടന്നുപോയ തീർച്ചയായിട്ടും ഹമീദ് മാഷയുടെ ജനുസിൽപ്പെട്ട ഒരു സാംസ്കാരിക പ്രവർത്തകനെ ഒരു കൺസേൺ ആവാൻ പാടില്ലാത്തൊരു ചോദ്യമാണ്. പക്ഷെ അദ്ദേഹത്തിന് വേണ്ടിയല്ല, അദ്ദേഹത്തെ പോലെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വഴിയിൽ ചിന്തിക്കുന്ന അല്ലെങ്കിൽ വളരെ ലിബറലായും സെക്യുലറായും ജീവിക്കുന്ന എത്രയോ മനുഷ്യർക്ക് നേരെ ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ് മരിച്ചു പോണ്ടേ എന്ന ചോദ്യം. ആ ചോദ്യത്തെ എങ്ങനെയാണ് പുതിയ സമൂഹം അഭിമുഖീകരിക്കേണ്ടത് എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഹമീദ് സാർ സംസാരിക്കുന്നത്. സാർ, അങ്ങേക്ക് ആരംഭിക്കാം. സാധാരണ മനുഷ്യന്മാരൊക്കെ ഒരു പ്രത്യേക സമുദായത്തിന്റെ അംഗമായി മാറുന്നത് യാദൃശ്ചികമായിട്ടാണ്. ആരെങ്കിലും താൻ ഇന്ന സമുദായത്തിലെ അംഗമായിരിക്കണം എന്ന് വിചാരിച്ചിട്ടല്ലല്ലോ ജനിക്കുന്നത്. ജനന പശ്ചാത്തലമാണ് ഓരോ മനുഷ്യരുടെയും സമുദായം ഏതാണ് എന്ന് തീരുമാനിക്കുന്നത്. ഒരു മുസ്ലിം കുടുംബത്തിൽ പിറന്ന ഒരു വ്യക്തി ആ സമുദായത്തിലെ അംഗമായിട്ടാണ് വളരുക. ക്രൈസ്തവ സമുദായത്തിൽ ജനിച്ച വ്യക്തി ആ സമുദായത്തിൽ അംഗമായിട്ട് വളരും. ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ച വ്യക്തി ഹൈന്ദവ സമൂഹത്തിൽ അംഗമായിട്ടാണ് വളരുക. അതായത് നമ്മുടെ ഒന്നും സമുദായം ഏത് എന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ല. പിന്നെ വളർന്നു കഴിഞ്ഞാൽ, നമുക്ക് പ്രായപൂർത്തിയായാൽ, നമ്മൾ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ നമ്മുടെ സമുദായത്തിനകത്ത് പ്രവർത്തിക്കുന്ന മതങ്ങൾ ചിലപ്പോൾ വിമർശിക്കപ്പെടേണ്ടതാണ് എന്ന് തോന്നാം. അങ്ങനെ തോന്നുന്ന വ്യക്തികളുണ്ട്. കണ്ണടച്ച് സമുദായ നേതൃത്വം അല്ലെങ്കിൽ മത നേതൃത്വം പറയുന്നത് അംഗീകരിക്കാൻ തയ്യാറല്ലാത്ത വ്യക്തികൾ മിക്കവാറും എല്ലാ സമുദായങ്ങളിലും കാണാം. അങ്ങനെയുള്ള ആളുകളെ തങ്ങളുടെ ചൊൽപ്പടിക്ക് നിർത്താൻ വേണ്ടി മത നേതൃത്വം ഉപയോഗിക്കുന്ന ചില ആയുധങ്ങളുണ്ട്. അതിലൊന്നാണ് മരണം. ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ് മരണം. മറ്റൊന്ന് വിവാഹമാണ്. മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാൾ മരിച്ചാൽ അയാൾ സാമ്പ്രദായിക മതത്തിന്റെ ചിട്ടവട്ടങ്ങൾ അനുസരിക്കാത്ത ആളാണെങ്കിൽ, അല്ലെങ്കിൽ മതത്തിന്റെ ചില തത്വങ്ങളെയും ചില പ്രമാണങ്ങളെയും വിമർശനാത്മകമായി സമീപിച്ചിട്ടുള്ള ആളാണെങ്കിൽ അയാളെ നേരിടാൻ ഉന്നയിക്കുന്ന ചോദ്യമാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. അതായത് മരിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യുക, മരിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യുക എന്ന് ചോദിക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത് മരിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ പള്ളി ശ്മശാനത്തിൽ നിങ്ങളുടെ മൃതദേഹം അടക്കില്ല എന്നാണ്. അപ്പൊ അതിന് വേറെ വഴി കണ്ടെത്തണം എന്നൊരു ഭീഷണിയാണ്. ഈ ഭീഷണി വലിയൊരു ഭീഷണിയാണ് പലരെയും സംബന്ധിച്ചിടത്തോളം. കാരണം വിഷയം വൈകാരികമാണ്. മരിച്ചു പോകുന്ന ആളുടെ വൈകാരികത എന്നതിനേക്കാൾ കൂടുതൽ ജീവിച്ചിരിക്കുന്ന ബന്ധുക്കളുടെ വികാരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണിത്. അത് മത നേതൃത്വത്തിന് അറിയാം. അതുകൊണ്ട് മത നേതൃത്വത്തെയോ അല്ലെങ്കിൽ മതങ്ങളെയോ അല്ലെങ്കിൽ പ്രവാചകന്മാരെയോ ഒക്കെ വിമർശനാത്മകമായിട്ട് സമീപിക്കുന്ന ആളുകളെ അടിച്ചിരുത്താൻ വേണ്ടി ഈ ചോദ്യം ഉന്നയിക്കപ്പെടുന്നു. ഈ അടുത്ത കാലത്ത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരടുത്ത ബന്ധു മരണമടഞ്ഞു. മലപ്പുറം ജില്ലയിൽപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന് 80 വയസ്സുണ്ട് മരിക്കുമ്പോൾ. അദ്ദേഹം കഴിഞ്ഞ 20 വർഷമെങ്കിലുമായിട്ട് ഇസ്ലാം മതത്തിന്റെ ചില പ്രമാണങ്ങളെ, അതുപോലെ മുഹമ്മദ് നബിയുടെ
വചനങ്ങൾ എന്ന് വിശ്വസിക്കുന്ന ഹദീസുകളെ, ചില ഖുർആനിക സൂക്തങ്ങളെയൊക്കെ വളരെ വിമർശനാത്മകമായിട്ട് സമീപിച്ചു പോന്നിട്ടുള്ള ആളാണ്. അത് അദ്ദേഹം വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യുന്ന ഏർപ്പാടുണ്ടായിരുന്നു. അതുകൊണ്ട് മത നേതൃത്വത്തിന്റെ അല്ലെങ്കിൽ സമുദായ നേതൃത്വത്തിന്റെ കണ്ണിൽ അയാൾ മതവിരുദ്ധനായി. അയാൾ മതമില്ലാത്തവരാണ്, മതനിഷേധിയാണ്, ദൈവനിഷേധിയാണ് എന്നൊക്കെയുള്ള ആരോപണം അയാൾക്കെതിരെ ഉയർന്നു വന്നു. അദ്ദേഹം മരിച്ചപ്പോഴും ഇതേ പ്രശ്നമുണ്ടായി. മരിച്ചപ്പോൾ പള്ളിയിൽ ഖബറടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു വിഭാഗം ആ നാട്ടിലുണ്ടായി. അല്ലെങ്കിൽ ഖബറടക്കുകയാണെങ്കിൽ തന്നെ പള്ളിക്കകത്ത് പ്രധാനപ്പെട്ട പള്ളിയിലെ റൂമിൽ, പള്ളിയിലെ ഹാളിൽ വെച്ച് സാധാരണ മുസ്ലിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നടത്തുന്ന ഒരു മയ്യത്ത് നമസ്കാരമുണ്ട്. അതൊന്നും അവിടെ വെച്ച് നിർവഹിക്കാൻ പറ്റില്ല എന്ന പ്രശ്നമുണ്ടായി. ഏതായാലും ഈ മൃതദേഹം പള്ളിയിലേക്ക് എടുത്തപ്പോൾ അവിടെ ധാരാളം പേര് കൂടി. ധാരാളം പേരെന്ന് പറഞ്ഞാൽ ഇത് പാടില്ല, ഇവിടെ അടക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇവിടെ ഈ നമസ്കാരം നിർവഹിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആളുകൾ അവിടെ ഒത്തുകൂടി. അതിൽ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരായിരുന്നു എന്നതാണ് പ്രത്യേകത. മുതിർന്നവരൊക്കെ ഒരല്പം സംയമനം പാലിച്ചു എങ്കിലും ഈ യുവാക്കൾ അങ്ങനെ ആയിരുന്നില്ല. അവർക്കായിരുന്നു കൂടുതൽ വീര്യം. ഇതിനെ നമുക്ക് റിലീജിയൻ എന്ന് പറയാൻ പറ്റില്ല, ഇത് റിലീജിയോസിറ്റിയാണ്. റിലീജിയോസിറ്റി എന്ന് പറഞ്ഞാൽ മതാന്ധമായ വികാരം. മതവികാരം എന്നല്ല പറയുന്നത്, മതാന്ധത. ആ ചെറുപ്പക്കാർക്കാണ് കൂടുതൽ മതാന്ധത അവിടെ കണ്ടത്. ഇതുപോലുള്ള ഉദാഹരണങ്ങൾ ഇതിനു മുമ്പ് പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. സാധാരണ ഇസ്ലാം മതത്തിന്റെ വക്താക്കൾ പറയുക ഇസ്ലാം സമാധാനത്തിന്റെ മതമാണെന്നാണ്, ഇസ്ലാം സഹിഷ്ണുതയുടെ മതമാണ് എന്നാണ്. അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ ലേഖനങ്ങൾ എഴുതുമ്പോഴും വേദികളിൽ പ്രസംഗിക്കുമ്പോഴും ഒക്കെ ഇസ്ലാമിനെ പരിചയപ്പെടുത്തൽ അങ്ങനെയാണ്. ഇസ്ലാം സമാധാനത്തിന്റെ മതം, ഇസ്ലാം സഹിഷ്ണുതയുടെ മതം. പക്ഷെ ഇവിടെ ഈ ഉദാഹരണത്തിൽ നാം കണ്ടത്, ഇതുപോലുള്ള അനേകം ഉദാഹരണങ്ങൾ വേറെയുമുണ്ട്. അവിടെയൊക്കെ നമ്മൾ കാണുന്നത് ഈ കൂട്ടര് ഇസ്ലാമിനെ സമാധാനത്തിന്റെ മതമായിട്ട് കാണുന്നില്ല, ഇസ്ലാമിനെ സഹിഷ്ണുതയുടെ മതമായിട്ട് കാണുന്നില്ല. നേരെ മറിച്ച് അവർ കാണുന്നത് ഇസ്ലാം യുദ്ധത്തിന്റെ മതമായിട്ടാണ്, അല്ലെങ്കിൽ ഇസ്ലാമിനെ അവർ കാണുന്നത് അസഹിഷ്ണുതയുടെ മതമായിട്ടാണ്. മൃതദേഹത്തോടു പോലും യുദ്ധം ചെയ്യുന്ന മനസ്ഥിതി എന്ന് പറയുന്നത് ഏതെങ്കിലും മതത്തിന് യോജിച്ച മനസ്ഥിതിയാണോ? അപ്പൊ മതങ്ങളൊക്കെ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ആവിർഭവിച്ചതാണ് എന്ന് ഉദ്ഘോഷിക്കുന്നവരാണ് മരിച്ചു കഴിഞ്ഞ ഒരാളോട്, അദ്ദേഹത്തിന്റെ ജഡത്തോട് ഇങ്ങനെ യുദ്ധം പ്രഖ്യാപിക്കുന്നത്. അപ്പോ ഈ ഒരു പ്രവണത ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അതിന് കാരണം ഇവരൊക്കെ മതത്തെ കാണുന്നത് അനുഷ്ഠാന മതമായിട്ടാണ്. ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ, മുസ്ലിങ്ങളുടെ കാര്യം, ഇസ്ലാം മതത്തിന് മുസ്ലിങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ, ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ അയാൾ നന്മ പ്രവർത്തിച്ചാൽ പോരാ, അയാൾ സദ്വൃത്തനായാൽ പോരാ. നേരെ മറിച്ച് അയാൾ 5 നേരം നമസ്കരിക്കണം, പള്ളിയിൽ പോകണം, അതുപോലുള്ള കുറെ അനുഷ്ഠാനങ്ങളുണ്ട്, അതൊക്കെ നിർവഹിക്കണം, എങ്കിലേ അയാൾ മുസ്ലിം ആകൂ എന്നാണ് ഇവരുടെയൊക്കെ ധാരണ. അത് മാത്രമല്ല, സാധാരണഗതിയിൽ ഈ പറയുന്ന ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ മൃതദേഹങ്ങളോട് ഇങ്ങനെ അനാദരവ് കാണിക്കുന്നവര് ഒരിക്കലും കാണിച്ചിട്ടില്ലാത്തൊരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിലുള്ള പള്ളിപ്പറമ്പുകളിൽ, പള്ളിയോടനുബന്ധിച്ചുള്ള ശ്മശാനങ്ങളിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവരുടെ കൂട്ടത്തിൽ ധാരാളം സാമൂഹിക ദ്രോഹികളുണ്ട്. കള്ളക്കച്ചവടം നടത്തിയവരുണ്ട്, കരിഞ്ചന്ത നടത്തിയവരുണ്ട്, പൂഴ്ത്തിവെപ്പ് നടത്തിയവരുണ്ട്, നികുതി വെട്ടിപ്പ് നടത്തിയവരുണ്ട്. സമൂഹത്തെ വ്യക്തികളെയും സമൂഹത്തെയും പല രൂപത്തിൽ ദ്രോഹിച്ച ഒട്ടേറെ പേര് നമ്മുടെ ഒക്കെ പള്ളി ശ്മശാനങ്ങളിൽ വിശ്രമം കൊള്ളുന്നുണ്ട്. അവരൊന്നും മരിച്ചപ്പോൾ അവരുടെ മൃതദേഹത്തോട് ഇതുപോലെ അവർ യുദ്ധം ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, അവരൊക്കെ ആ പള്ളി ശ്മശാനത്തിൽ തന്നെ മറവ് ചെയ്യപ്പെടേണ്ടവരാണ് എന്ന
അഭിപ്രായം പുലർത്തിയവരുമാണ്. അപ്പോ അതെന്താ സൂചിപ്പിക്കുന്നത്? അവരുടെ കാഴ്ചപ്പാടനുസരിച്ച് മതം എന്ന് പറയുന്നത് മൂല്യ മതമല്ല, ഒരു മൂല്യവ്യവസ്ഥ ഉൾക്കൊള്ളുന്ന മതമല്ല. ഏത് മതവും മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങൾക്ക് വിപരീതമായി പ്രവർത്തിക്കുകയാണ് കള്ളക്കടത്ത് നടത്തുന്നവൻ ചെയ്യുന്നത്, കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും നടത്തുന്നവൻ ചെയ്യുന്നത്. അതുപോലെ മറ്റേതെങ്കിലും വിധത്തിൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങളാലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ ജനങ്ങളെ ദ്രോഹിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരൊക്കെ എല്ലാ മതങ്ങളും മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങൾക്ക് ഘടകവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. അങ്ങനെ പ്രവർത്തിക്കുന്നവർക്ക് പള്ളി ശ്മശാനത്തിൽ അവരുടെ മൃതദേഹം മറവ് ചെയ്യുന്നതിനെ എതിർക്കാത്തവരാണ്. ഇതൊന്നും ചെയ്യാത്ത വ്യക്തികൾ അവര് മതത്തെ വിമർശനാത്മകമായിട്ട് സമീപിച്ചു എന്നതിന്റെ പേരിൽ, അല്ലെങ്കിൽ പ്രവാചകന്റെയോ അല്ലെങ്കിൽ ദൈവത്തിന്റെ തന്നെയോ ചില വാക്യങ്ങളെ അവർ ചോദ്യം ചെയ്തുവെങ്കിൽ അവരെ അവിടെ വിശ്രമിക്കാൻ പള്ളി ശ്മശാനത്തിൽ അവർക്ക് അന്ത്യവിശ്രമം കൊള്ളാനുള്ള അവസരം കൊടുക്കുകയില്ല എന്നാണ് പറയുന്നത്. അപ്പോ ഈ മനസ്ഥിതിയുള്ള ആളുകൾ എങ്ങനെയാ ഇസ്ലാം എന്ന മതം സമാധാനത്തിന്റെ മതമാണ് എന്ന് പറയുക, ഇസ്ലാം എന്ന മതം സഹിഷ്ണുതയുടെ മതമാണ് എന്ന് പറയുക? അപ്പൊ ഇങ്ങനെയുള്ള ദുരവസ്ഥ ഇക്കാലത്തും, അതായത് 21-ാം നൂറ്റാണ്ടിന്റെ 24 വർഷം പിന്നിടുന്ന ഈ സന്ദർഭത്തിലും നമ്മുടെ നാട്ടിൽ എന്ന് പറയുമ്പോൾ കേരളത്തെ കുറിച്ച് നമ്മളൊക്കെ പറയാറെന്താണ്? അത് വളരെ ഉത്ബുദ്ധമായിട്ടുള്ള പ്രദേശമാണ് എന്നൊക്കെയാണ്. പക്ഷേ ഇപ്പോഴും ജഡശരീരങ്ങളോട് പടവെട്ടുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുകയാണ്. ഇത് ഒഴിവാക്കണമെങ്കിൽ, ഇങ്ങനെയുള്ള ഇത്തരം അങ്ങേയറ്റം സംസ്കാരവിഹീനമായ ഇത്തരം നടപടികൾ ഒഴിവാക്കണമെങ്കിൽ ജനങ്ങളെ മതപൗരോഹിത്യത്തിന്റെ ഈ ഊരാക്കുടുക്കുകളിൽ നിന്ന് വേർപ്പെടുത്തുവാനുള്ള യത്നം ഭരണാധികാരികളുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടാകണം. ഞാൻ ഉദ്ദേശിക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ പള്ളി ശ്മശാനം മുന്നിൽ വെച്ചുകൊണ്ട് ആളുകളെ ഈ രൂപത്തിൽ ദ്രോഹിക്കുവാന് മതനേതൃത്വത്തിന് അല്ലെങ്കിൽ സമുദായത്തിലെ ചില ആളുകൾക്ക് സാധിക്കുന്നത്? അതിന് കാരണം, മരിച്ചു കഴിഞ്ഞാൽ മരിച്ചവരെ ഏത് ശ്മശാനത്തിലും, അത് ആരുടെ ശ്മശാനമാണെങ്കിലും അവിടെ അടക്കം ചെയ്യുന്നത് തടയാൻ ഒരു വ്യക്തിക്കും ഒരു സംഘടനയ്ക്കും ഒരു ശക്തിക്കും അവകാശമില്ല എന്ന രൂപത്തിലുള്ള നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ നടപ്പാക്കപ്പെടണം. അതായത് മുസ്ലിം മരിച്ചാൽ മുസ്ലിം പള്ളി ശ്മശാനത്തിൽ മാത്രമല്ല, മറ്റേതെങ്കിലും ശ്മശാനം ഉണ്ടെങ്കിൽ, മറ്റേതെങ്കിലും സമുദായത്തിന്റെ ശ്മശാനം ഉണ്ടെങ്കിൽ അവിടെയും, അതുപോലെ മുസ്ലിങ്ങൾ അല്ലാത്തവർ മരിച്ചാൽ മുസ്ലിങ്ങളുടെ ശ്മശാനത്തിലും, മുസ്ലിങ്ങൾക്കിടയിലെ മതനിഷേധികളെന്ന് ചില ആളുകൾ മുദ്രയടിക്കുന്ന, ഈശ്വര നിഷേധികളെന്ന് ചിലർ പറയുന്ന ആളുകൾ മരിച്ചാൽ അവരെയും അവിടെ യാതൊരു തടസ്സവും കൂടാതെ മറവ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകുന്ന നിയമം നമ്മുടെ നാട്ടിൽ ഉണ്ടാകണം. ഇക്കാര്യത്തിൽ മുന്നോട്ട് വരേണ്ടത് നമ്മളെ രാഷ്ട്രീയ പാർട്ടികളാണ്, പ്രത്യേകിച്ച് സെക്യുലർ രാഷ്ട്രീയ പാർട്ടികളാണ്. പക്ഷേ ഇതുപോലുള്ള വിഷയങ്ങൾ ആരും മുന്നോട്ട്, ഇതുപോലുള്ള വിഷയങ്ങൾ എടുത്തിടാനും അതിനെന്തെങ്കിലും പരിഹാരം കാണാനും ഒരു രാഷ്ട്രീയ പാർട്ടിയും സാധാരണഗതിയിൽ മുന്നോട്ട് വരാറില്ല. അതിനൊക്കെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവർക്ക് വേണ്ടത് വോട്ട് ബാങ്കാണ്. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിലേക്കൊന്നും ആരും മുന്നോട്ട് വരാതിരിക്കുന്നത്. അപ്പോൾ ഇത് തടയേണ്ട ഒന്നാണ്. മൃതദേഹങ്ങളോടുള്ള യുദ്ധം അവസാനിപ്പിക്കേണ്ടതാണ്. അത് മതവിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കാൻ നമുക്കൊക്കെ സാധിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും സർ. പതിവ് പോലെ ഒരു പൊള്ളുന്ന വിഷയം കൂടിയാണ് മാഷ് അവതരിപ്പിച്ചിരിക്കുന്നത്. മതസമൂഹങ്ങളോട് വളരെ മാനവികമായ നിലപാടെടുക്കാൻ നമ്മുടെ ഭരണകൂടങ്ങൾക്ക് കഴിയാതെ പോകുന്നത് ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഫലം തന്നെയാണ്. ഒരു ആശാവഹമായ ചില സൂചനകൾ പുതിയ കാലത്ത് കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്ന് എന്നെ പോലെ മാഷും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതൊന്ന്, ഈ വ്യക്തി നിയമങ്ങളുടെ ഊരാക്കുടുക്കുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ മുസ്ലിം കമ്മ്യൂണിറ്റി പൗരോഹിത്യത്തോട് ആലോചിക്കാതെ തന്നെ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒന്ന്, വിവാഹത്തെ അനന്തരം ഉണ്ടാകുന്ന അനന്തരാവകാശത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഈ മുസ്ലിം പേഴ്സണൽ ലോ പ്രകാരം വിവാഹിതരായവർ തന്നെ
സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വീണ്ടും വീണ്ടും രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ഒരു പ്രവണത മലയാളത്തിൽ കൂടി വരുന്നു എന്നത് ആശാവഹമായ ഒരു സൂചനയാണ്. വിവാഹം എന്ന ടൂളിൽ നിന്ന് ഈ പൗരോഹിത്യത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴി അവർ കണ്ടെത്തുന്നു. മരണത്തിലും സമാന്തരമായ വഴികൾ എനിക്ക് തോന്നുന്നു മനുഷ്യന്റെ ശരീരത്തെ തന്നെ വലിയ തോതിൽ ദാനം ചെയ്യുന്ന മരണാനന്തര ഈ മൃതദേഹങ്ങൾ ദാനം ചെയ്യുന്ന പ്രക്രിയ, അവയവങ്ങൾ ദാനം ചെയ്യുന്ന പ്രക്രിയ ഉൾപ്പെടെ, അങ്ങനെയാണെങ്കിൽ മരണത്തിന് കൂടി എനിക്ക് തോന്നുന്നു സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സാറ് വളരെ ശക്തമായി ആവശ്യപ്പെടുന്നത് പോലെ സർക്കാർ നിയമനിർമ്മാണം നടത്തണം. അതേസമയം തന്നെ പൗരന്മാരുടെ ബോധം എന്ന നിലയിൽ, വ്യക്തികളുടെ അവകാശം എന്ന നിലയിൽ ഈ പള്ളിയുമായുള്ള മരണാനന്തര ബാധ്യതകളിൽ നിന്ന് മറികടക്കാനുള്ള വഴികൾ എനിക്ക് തോന്നുന്നു മുസ്ലിം കമ്മ്യൂണിറ്റി ഗൗരവമായി ആലോചിച്ച് തുടങ്ങുന്നു എന്നാണ് ഞാൻ കാണുന്നത്. അങ്ങനെ തുടങ്ങിയിരിക്കുന്നു എന്നത് നിയമത്തിന് കാത്തു നിൽക്കാതെ, പൗരോഹിത്യത്തിന്റെ ബോധോദയങ്ങൾക്ക് കാത്തു നിൽക്കാതെ ഒരു സമുദായം ഏറ്റവും നേരായ വഴിക്ക് പുതിയ കാലത്തിന്റെ വെളിച്ചത്തോടൊപ്പം സഞ്ചരിക്കുന്നതിന്റെ സൂചനയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. സാറിന് അവസാനമായി അത് സംബന്ധമായി ഏറ്റവും പുതിയ പ്രവണതകളെ സാർ എങ്ങനെ കാണുന്നു എന്ന് കൂടി ചേർത്ത് പറഞ്ഞ് ഈ വിഷയം അവസാനിപ്പിക്കാൻ. വളരെ വളരെ ക്ലിയർ ആണ് സാറിന്റെ നിലപാടുകൾ. ഞാൻ അത് അങ്ങനെ പറഞ്ഞ് ഇത് അവസാനിപ്പിക്കാനുള്ള അവസരം കൂടി സാറിന് തരികയാണ്. തീർച്ചയായും എല്ലാ സമുദായങ്ങളിലും കാലം മാറുന്നതിനനുസരിച്ച് അവിടെ നിലപാടുകളിൽ മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് തടയുക സാധ്യമല്ല. ഏറ്റവും കൂടുതൽ മുസ്ലിം രാഷ്ട്രങ്ങളിൽ ഏറ്റവും കൂടുതൽ യാഥാസ്ഥിതികമായ നിലപാടുകൾ വെച്ചു പുലർത്തിയിരുന്ന രാഷ്ട്രമാണ് സൗദി അറേബ്യ. സൗദി അറേബ്യയിലാണ് ഈ പറഞ്ഞ ഈ സ്ത്രീ വിരുദ്ധമായിട്ടുള്ള അംശങ്ങൾ അതിന്റെ പരകോടിയിലെത്തി നിന്നിരുന്നത്. സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല, സ്ത്രീകൾക്ക് കളിക്കാൻ പാടില്ല, അവർക്ക് സ്വിമ്മിംഗ് പൂളിൽ പോകാൻ പാടില്ല, ഫുട്ബോൾ കാണാൻ പാടില്ല, സ്പോർട്സിൽ പങ്കെടുക്കാൻ പാടില്ല, വിദ്യാഭ്യാസം പാടില്ല എന്നൊക്കെയുള്ള നിലപാടുകൾ മാറ്റാൻ സൗദി അറേബ്യയിലെ ഭരണകൂടം മുന്നോട്ട് വന്നു. അതിനനുസരിച്ച് ഇപ്പുറത്തും അത് ഉണ്ടാകേണ്ടതുണ്ട്. പക്ഷേ സൗദി അറേബ്യയിൽ പോലും ഞാൻ ഈ പറഞ്ഞ പ്രശ്നം ബാക്കി നിൽക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് അവർ തുറന്ന് ഖുർആനെ വിമർശിക്കുന്ന, അല്ലെങ്കിൽ തുറന്ന് പ്രവാചകന്റെ വചനങ്ങളെ ചോദ്യം ചെയ്യുന്ന ആർക്കും പള്ളിയോടനുബന്ധിച്ചുള്ള ശ്മശാനങ്ങളിൽ ഇപ്പോഴും വിശ്രമിക്കാനുള്ള അവസരമില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതായത് പള്ളിയോടനുബന്ധിച്ചുള്ള ശ്മശാനങ്ങളിൽ വിശ്രമിക്കാൻ പറ്റാത്ത സ്ഥിതി വരുമ്പോൾ ഉണ്ടാകുന്നത് എന്താണ്? ഈ നമുക്ക് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെടുന്നു എന്നതാണ്. ജനങ്ങളുടെ സ്വതന്ത്ര ചിന്തയെ പിടിച്ചു കെട്ടാൻ വേണ്ടി മതനേതൃത്വം ഉപയോഗിക്കുന്ന ആയുധമായിട്ട് ഇതിനെ കാണും. ആ രൂപത്തിൽ സ്വതന്ത്ര ചിന്ത വളർത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുന്ന പാർട്ടികളുടെ ഭാഗത്ത് നിന്ന് ശക്തമായിട്ടുള്ള ഒരു പ്രസ്ഥാനം ഇതിനു വേണ്ടി ഉയർന്നു വരണം. അപ്പോൾ മാത്രമേ ഇപ്പോഴും അങ്ങിങ്ങ് കാണുന്ന ഈ അടുത്ത കാലത്ത് തന്നെ നമ്മുടെ കേരളത്തിൽ ഞാൻ ഈ പറഞ്ഞ സംഭവമല്ല, അതുപോലുള്ള വേറെയും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു റഹീം മുഖത്തല എന്നൊരു എഴുത്തുകാരനുണ്ടായിരുന്നു. അദ്ദേഹം നോവലുകൾ എഴുതിയിട്ടുണ്ട്, കഥകൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മാതാവ് മരിച്ചപ്പോൾ മാതാവിന്റെ മൃതദേഹം പള്ളിയിൽ സംസ്കരിക്കുന്നതിനെതിരെ അവിടെയുള്ള ആളുകൾ രംഗത്ത് വന്നു. കാരണം എന്താ? റഹീം മുഖത്തലയുടെ മാതാവ് ഒന്നാന്തര മതവിശ്വാസിയാണ്, എല്ലാ മതാനുഷ്ഠാനങ്ങളും നിർവഹിച്ചു പോകുന്ന ആളാണ്. പക്ഷെ റഹീം മുഖത്തല ഒരല്പം സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്ന ആളായിരുന്നു. അതുകൊണ്ടാണ് റഹീം മുഖത്തലയുടെ ഉമ്മയെ അവരുടെ ദൃഷ്ടിയിൽ വാസ്തവത്തിൽ ദൈവത്തെ ചോദ്യം ചെയ്തിട്ടില്ലാത്ത, മതത്തെ ചോദ്യം ചെയ്തിട്ടില്ലാത്ത ഉമ്മയോട് പോലും, ഉമ്മയുടെ ഹൃദയത്തോട് പോലും അവര് യുദ്ധം ചെയ്തത്. എന്നിട്ട് എന്തെങ്കിലും പ്രശ്നം നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കിയോ? അന്ന് ഉണ്ടാക്കിയില്ല. ഇന്ന് ഇപ്പൊ എന്റെ ഈ ബന്ധുവിന്റെ ഈ വിഷയം വന്നപ്പോഴും രാഷ്ട്രീയ പാർട്ടികളൊന്നും അതിനെതിരെ ശബ്ദിക്കാൻ മുന്നോട്ട് വന്നിട്ടില്ല. അപ്പൊ ഞാൻ ഇപ്പോഴും കുറ്റം പറയുക, നമ്മുടെ പുരോഗമനപരമായ നിലപാടുകൾ സ്വീകരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരം കാര്യങ്ങളിൽ കാണിക്കുന്ന വൈമുഖ്യമാണ് നമ്മുടെ മതനേതൃത്വത്തിനും സമുദായ നേതൃത്വത്തിനും ഇത്തരം കാടൻ രീതികളുമായിട്ട് മുന്നോട്ട് പോകാനുള്ള അവസരം ഒരുക്കുന്നത്. യെസ് സർ, തീർച്ചയായിട്ടും സാറ് രാഷ്ട്രീയ പാർട്ടികളുടെ കണ്ണു തുറപ്പിക്കാൻ
സത്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങളുടെ കണ്ണു തുറപ്പിക്കേണ്ടവരാണ്, രാജ്യത്തെ മുന്നോട്ട് നയിക്കേണ്ടവരാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ പുതിയ കാലത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ കണ്ണു തുറപ്പിക്കുന്ന ഒരു പുതിയ പൗരസമൂഹം, അവര് തന്നെയാണ് മതപൗരോഹിത്യത്തിന്റെ കണ്ണു തുറപ്പിക്കുന്നത്, മതപ്രസ്ഥാനങ്ങളുടെ കണ്ണു തുറപ്പിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരുടെയും കണ്ണു തുറപ്പിക്കുന്ന മട്ടിലുള്ള ഒരു റഹീം മുഖത്തലെ പോലുള്ള ഒരു എഴുത്തുകാരൻ പോലും അനുഭവിക്കേണ്ടി വന്ന ഈ നിർണായകമായ പ്രശ്നങ്ങൾ എല്ലാവരുടെയും കണ്ണു തുറപ്പിക്കാൻ ഇടയാകട്ടെ എന്ന പ്രതീക്ഷയോടുകൂടി ഹമീദ് മാഷിനെ പോലുള്ളവർ ഇത്തരം വിഷയങ്ങൾ എന്നും മൗലികമായി ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന കാര്യം ആണയിട്ട് പറഞ്ഞുകൊണ്ട് ഹമീദ് മാഷെ പോലുള്ളവരെ കൂടി തീർച്ചയായിട്ടും സാമൂഹ്യ പുരോഗതിയിൽ അവഗണിക്കാനാവാതെ ഒരു തീർച്ചയായിട്ടും പുതിയ കാലം വളരെ വളരെ പ്രതീക്ഷയോടെ, കൗതുകത്തോടെ, ജാഗ്രതയോടെ മാഷ വാക്കുകൾക്ക് വേണ്ടി ഇനിയും കാത്തിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ABC ഫ്ലോറിൽ ഹമീദ് മാഷ ഒരു ലക്കം കൂടി അവസാനിക്കുന്നു. നന്ദി സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.